ഹലോ, ഇന്നൊരു പ്രീ പ്ലാൻഡ് അല്ലാത്തൊരു ട്രിപ്പ് ഉണ്ടല്ലോ. കൊടൈക്കനാലിലേക്കാണ് കേട്ടോ ഞാൻ പോണേ. പുലർച്ചെ ഒരു 4:45 ഇറങ്ങിയതാണ് കേട്ടോ വീട്ടിൽ നിന്ന്. ഒരു 2 മണിക്കൂർ കൊണ്ട് ഞാൻ ചിറ്റൂരെത്തി അവിടെ ഇറങ്ങി ഒരു കാപ്പിയൊക്കെ കുടിച്ചു കേട്ടോ. എപ്പോഴും കുറച്ച് നേരത്തെ ഇറങ്ങുക തന്നെയാണ് കേട്ടോ നല്ലത്. കാരണം വലിയ ബ്ലോക്കൊന്നും ഇല്ലാതെ നമുക്ക് കുറേ സ്ഥലം കവർ ചെയ്ത് കിട്ടും. പിന്നെ ഞങ്ങൾ വന്ന വഴി വലിയ മോശമില്ലാത്ത വഴിയാണ് കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ തമിഴ്നാട് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ മരങ്ങൾ കണ്ടില്ലേ, ഇത് നമ്മുടെ തമിഴ്നാടിൻ്റെ ഐഡൻറ്റിറ്റി അല്ലേ. പോണ വഴിക്ക് നമ്മുടെ ഭാരതപ്പുഴ ഉണ്ട് കേട്ടോ, അതിൻ്റെ സൈഡിൽ കൂടെ ഒഴുകുന്നു. അപ്പം ഞങ്ങളവിടെ വണ്ടി നിർത്തി ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ടോ. അങ്ങോട്ട് ഇറങ്ങി പോയപ്പോൾ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ആളുകളെ അടക്കം ചെയ്യുന്നൊരു സ്ഥലം കണ്ടു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അധികം അങ്ങോട്ട് പോയില്ല, സൈഡിൽ നിന്ന് കുറച്ച് ഫോട്ടോ. ഇതപ്പോൾ നമ്മൾ നമ്മുടെ പൊള്ളാച്ചി എത്തിയിട്ടാ. പൊള്ളാച്ചിയിലെ റോഡ് രക്ഷയില്ല, അടിപൊളി റോഡാണ്. 2 സൈഡിലും നിറയെ തെങ്ങുകളും പച്ചക്കറി കൃഷിയൊക്കെയാണ് കേട്ടോ. പിന്നെ ആ കാണുന്നത് നമ്മുടെ കാറ്റാടിയാണ്. പോണ വഴിക്ക് ഇഷ്ടം പോലെ കാറ്റാടിപ്പാടങ്ങൾ കാണാം കേട്ടോ, അടിപൊളിയാണ്. അതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു 1.5 ഹൈറ്റാണ്. നമ്മൾ അതിൻ്റെ അടുത്ത് നിന്നിട്ട് അടുത്തേക്കൊന്നും പോയില്ല, എന്നാലും അവിടെ റോഡ് സൈഡിൽ നിർത്തി നിന്നിട്ട് അതൊക്കെ കുറേ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ കാണുന്നത് നമ്മുടെ പഴനിമലയാണ് കേട്ടോ. പോണ വഴിക്ക് നമുക്ക് പഴനിമല കാണാൻ പറ്റും. പഴനിമലയുടെ തൊട്ടപ്പുറത്ത് കൂടെയാണ് കേട്ടോ നമ്മൾ കൊടൈക്കനാൽ പോവുക. അവിടെ ഇഷ്ടം പോലെ മലകളൊക്കെ കാണുന്നുണ്ട്. ആ സൈഡ് മൊത്തം മലകളാണ്, അതിൻ്റെ ഇടയിലാണ് നമ്മുടെ പഴനിമല ഉള്ളത്. ഇതാണ് കേട്ടോ അവിടുത്തെ ചെക്ക് പോസ്റ്റ്. ഇവിടെ നമ്മൾ പാസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം എടുക്കണം. അത് എടുത്തിട്ടില്ലെങ്കിൽ അവർ അവിടെ നിന്ന് നമ്മളെ കൊണ്ട് എടുപ്പിക്കും. ഇത് നമ്മൾ കൊടൈക്കനാൽ കയറാൻ തുടങ്ങുമ്പോഴുള്ള സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണ്. ഇതൊരു ഡാമാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ അവിടെ നിന്നിട്ടത് കാണാൻ. അവിടെ നിറയെ പശുക്കളെ കണ്ടോ, ആ ബ്ലാക്ക് കളർ ഡോട്ട് കാണുന്നത് പശുക്കളാണ് കേട്ടോ. പശുക്കൾ മേയാണ് കണ്ടോ. കുറച്ച് അങ്ങോട്ട് കയറിയപ്പോഴേക്കും നല്ല ബ്ലോക്കായിട്ടോ, കാരണം അവിടെ വേറൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെയും നമ്മളിപ്പോൾ മുന്നേ എടുത്തിട്ടുള്ള പാസ് അവിടെ കാണിക്കണം. ഞങ്ങളിപ്പോൾ ബൈക്കിലായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും പെട്ടെന്ന് എത്തിയത്. കാറിലൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ ആ ക്യൂവിൽ പെട്ട്. ഇവിടെ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുപോകാൻ പാടില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ കണ്ട് അവർ 20 രൂപ ഫൈൻ മേടിക്കുന്നുണ്ട്. എൻ്റെ കയ്യിലൊരു ബോട്ടിലുണ്ടായിരുന്നു കേട്ടോ. റോട്ടിൽ എവിടെയും കളയണ്ടെന്ന് വെച്ചിട്ട് അത് കയ്യിൽ പിടിച്ച് വന്നു. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് അവരോട് ഫൈൻ മേടിച്ചു 20 രൂപ. അപ്പോൾ നിങ്ങളെങ്ങും പോകുന്നുണ്ടെങ്കിൽ അവർ കാണുന്ന പോലെയൊന്നും പ്ലാസ്റ്റിക് ബോട്ടിൽ പിടിക്കണ്ട കേട്ടോ. അപ്പോൾ അവരെന്തായാലും ഫൈൻ മേടിക്കും. ഇത് കണ്ടോ നിങ്ങളൊരു അടിപൊളി വെള്ളച്ചാട്ടം, സൂപ്പറായിരുന്നു കേട്ടോ അത് കാണാൻ. പിന്നെ ഞങ്ങൾ പോയത് അവിടെ നിന്ന് ഗ്രീൻ വാലി വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. ഇതാണ് കേട്ടോ അവിടുത്തെ വ്യൂ പോയിൻ്റ്. ഇതിൽ ഒരുപാട് മലനിരകൾ നമുക്ക് കാണാം. ഇത് ചെറിയൊരു ഏരിയ ആണ്. ഇതിൻ്റെ തൊട്ട് സൈഡിൽ ഇങ്ങനെ ഒരു ഗ്രില്ല് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് കൂടെ മാത്രമേ നമുക്കത് കാണാൻ പറ്റുള്ളൂ. ആ ഗ്രില്ലിട്ടതിൻ്റെ അവിടെ കുരങ്ങന്മാരെ കണ്ടു കേട്ടോ. പിന്നെ നേരെ പോയത് ഗുണ കേവിക്കാണ് കേട്ടോ. 9 മണിക്കാണ് അവിടെ ഓപ്പൺ ചെയ്യുക. ആ കറക്റ്റ് ടൈമിൽ തന്നെ ഞങ്ങളവിടെ എത്തി. ഫസ്റ്റ് ഞങ്ങളാണ് കേട്ടോ അവിടെ എത്തുന്നത്. ഇത്രയും തിരക്കില്ലാതെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അവിടെ എല്ലാ റീൽസിലും നല്ല തിരക്കായിട്ടല്ലേ കാണാം. ഇതൊരു തിരക്കുണ്ടായിരുന്നില്ല. ഫസ്റ്റിൽ തന്നെ ഞങ്ങളെത്തി. ഈ കാണുന്നത് പൈൻ ഫോറസ്റ്റ് ആണ് കേട്ടോ. പൈൻ ഫോറസ്റ്റിൻ്റെ ഇടയിൽ കൂടി നമ്മൾ ആ കേവിക്ക് പോവാം. ഇതാണ് മറ്റേ ആ സ്ഥലം നമ്മുടെ കണ്ടോ. ആ സൈഡിൽ മറ്റേ പടർന്ന് പിടിച്ചിട്ടുള്ള വേരൊക്കെ ഉള്ളൊരു മരം കണ്ടോ. ഒരു രക്ഷയില്ല കേട്ടോ, അവിടെ അടിപൊളി സ്ഥലമാണത്. ആരും ഇല്ലാത്തതിൻ്റെ കുറച്ച് ഷോയൊക്കെ ഞാൻ അവിടെ നിന്ന് കാണിക്കുന്നുണ്ട്. കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ ഇരുന്നിട്ട് ആ വള്ളിയുടെ മേലൊക്കെ പൊത്തിപ്പിടിച്ച് കയറാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. പക്ഷേ അത് പിന്നെ നടന്നില്ല. അപ്പോഴേക്കും അവിടെ നിന്ന് ആൾക്കാർ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ വേഗം പോയിട്ട് അറ്റാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് പിന്നെ അവിടുത്തെ വേറൊരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. അത് കുറച്ച് സ്റ്റെപ്പ് കയറിയിട്ട് മേലേക്ക് കയറി നിന്ന് നോക്കിയാലും ഒരു അടിപൊളി വ്യൂ കാണാൻ പറ്റും. കണ്ടില്ലേ എന്ത് രസമറിയോ അവിടെ കാണാൻ, സൂപ്പറാണ്. കുറേ മേഘങ്ങൾ കാണാം. പിന്നെ നല്ല കോടമഞ്ഞുണ്ടായിരുന്നു. ഇതാണ് നമ്മളെ ഗുണ കേവ് കേട്ടോ. ഗ്രില്ലിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ നോക്കി, പക്ഷേ വലിയ ആഴമൊന്നുമില്ല. ചില സൈഡിൽ ചിലപ്പോൾ വലിയ ആഴം ഉണ്ടായിരിക്കും. ആ വേസ്റ്റൊക്കെ ഉണ്ട് കിടക്കുന്നത്. അവിടെ കുറേ സ്ഥലത്ത് ഇതുപോലെ ഗ്രില്ലിട്ടിട്ടുണ്ട് കേട്ടോ. കുറേ സ്ഥലത്ത് എല്ലായിടത്തും ഞാൻ നോക്കി, പക്ഷേ വലിയ ആഴമൊന്നുമില്ല. എന്നാലും നമുക്ക് അതിൻ്റെ താഴെഭാഗം കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഗുണ കേവ്, മറ്റേ സ്ഥലം ഓർമ്മയില്ലേ. അവിടെ നിന്നിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അവിടെ നിന്ന് അപ്പുറത്തേക്കാണ് അവർ പോയത്. ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട് കേട്ടോ അവിടെ വന്നവരുടെ ആരുടെയൊക്കെയോ ബാഗിന്ന് എന്തൊക്കെയോ എടുത്തിട്ട് പോകുന്നുണ്ട് അവിടെ കുരങ്ങന്മാർ. സംഭവം അടിപൊളിയാണ്. പിന്നെ അടുത്തത് പോയിട്ടുള്ളത് പൂമ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഗ്രാമം കാണാനാണ് കേട്ടോ. ഇത് അവിടുത്തെ വ്യൂ പോയിൻ്റിൽ നിന്ന് ഞങ്ങൾ എടുത്തിട്ടുള്ള ഫോട്ടോ ആണ്. അടിപൊളിയാണ് കേട്ടോ അത് കാണാൻ. കുറേ കളർഫുള്ളായിട്ടുള്ള പെയിൻ്റ് അടിച്ച വീടുകൾ കാണാം. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു കേട്ടോ. അത് തിരിച്ചു വരുമ്പോഴും ഇഷ്ടംപോലെ മലകൾ കാണാം നമുക്ക്. ഇഷ്ടം പോലെ കാണാം. നല്ല ഭംഗിയാണ് കേട്ടോ ട്രാവൽ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത് നല്ലല്ലേ ഒരു വൈബുള്ളൂ. തിരിച്ചു വരുന്നതിൻ്റെ ഇടയിൽ ഇതൊന്നും പോകുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതൊക്കെ അപ്പുറത്തെ സൈഡിലല്ലേ ഉണ്ടായിരുന്നേ. തിരിച്ചു വരുമ്പോഴാണ് ഈ കുന്നൊക്കെ കാണുന്നത് ഞാൻ. നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ യാത്ര ചെയ്യാൻ. വല്ലപ്പോഴൊക്കെ ഒന്ന് യാത്ര ചെയ്യണം. പോകുന്ന വഴിക്ക് പിന്നെ ഞങ്ങൾ പഴനിയിൽ കയറിയിട്ടാ. പഴനിമല
പിന്നെ നമ്മളിങ്ങനെ പോയി. ഈ റോഡെന്ന് പറഞ്ഞാൽ എന്തായാലും നിങ്ങൾ ഈ റോഡിൽ കൂടെ പോയാൽ സൂപ്പർ റോഡാണ്. അങ്ങനെ ഞങ്ങളുടെ 2 ദിവസത്തെ കൊടൈക്കനാൽ ട്രിപ്പ് കഴിഞ്ഞു.